നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെ വികസന കാര്യത്തിൽ അധികൃതർ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. CITU അവകാശ ദിനാചരണത്തോടനുബന്ധിച്ച് കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം കൊളത്തൂരിൽ സംഘടിപ്പിച്ചു. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ സ്വകാര്യ ബസും ഓട്ടോയും കൂട്ടിയിടിച്ച അപകടം. ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. ആമ്പല്ലൂർ കള്ളായി റോഡിലെ VL റോഡിനോട് സമീപം വീണ്ടും വില്ലനായി കുഴികൾ. പലതവണ കുഴികൾ അടച്ചിട്ടും പരിഹാരമാകാതെ അപകടക്കണി. വട്ടനാത്ര മേടം കുളങ്ങര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. മേള അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് നടത്തി. ദേശീയ മത്സ്യദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യദിനാചരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെ വികസന കാര്യത്തിൽ അധികൃതർ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ആശുപത്രിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ട്രോമ കെയർ യൂണിറ്റ് നടപ്പിലാക്കുക, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക, ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള ഗൈനക്കോളജി വിഭാഗം പ്രവർത്തനക്ഷമമാക്കുക, രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ 24 മണിക്കൂറും ലഭ്യമാക്കുക, ആശുപത്രി വികസന കാര്യത്തിൽ സ്ഥലം MLA അടിയന്തരമായി ഇടപെടുക, ജീവനക്കാരുടെ ഒഴിവുകൾ നികത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാർച്ച് നടത്തിയത്. മാർച്ചും ധർണയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, വൈസ് പ്രസിഡന്റ് ഷാജു കാളിയേങ്കര, KJ ജോജു, ഷൈനി ജോജു, ആൻസി ജോബി, രതി ബാബു, സതി സുധീർ, പ്രീതി ബാലകൃഷ്ണൻ, ജസ്റ്റിൻ ആറ്റുപുറം, VK വേലുക്കുട്ടി, TV പ്രഭാകരൻ, സച്ചിൻ ഷാജു എന്നിവർ പ്രസംഗിച്ചു. ഭരണം നടത്തുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഇതിൻ്റെ മേൽനോട്ടം നടത്തുന്നുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളോ ഒരു ആശുപത്രിക്ക് വേണ്ടുന്നതായ സൗകര്യങ്ങളോ ഒന്നും ഏർപ്പെടുത്താതെ ഈ ആശുപത്രി വരെ നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഈ ആശുപത്രിയിൽ പ്രസവ വാർഡും അതുപോലെ തന്നെ ഗൈനക്കോളജി വിഭാഗവും ഗൈനക്കോളജി ഡോക്ടർമാരും ഒക്കെ സേവനമനുഷ്ഠിച്ചിരുന്ന ഈ ആശുപത്രി ഒരു ഡോക്ടർ മാത്രമാണ് ഇവിടെ ഉള്ളത്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇവിടെ പറ്റില്ല. രോഗിക്ക് സീരിയസ് ആണ്, തൃശ്ശൂരിലേക്ക് ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞ് ആവശ്യമുള്ള സേവനം ഉറപ്പുവരുത്തേണ്ടത് ഇവിടെയുള്ള നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇവിടെ സ്ഥലം MLA മുഖം തിരിച്ചു നിൽക്കുന്നു. എന്തിനാണ് ഈ മുഖം തിരിപ്പെന്ന് മനസ്സിലാകുന്നില്ല. CITU അവകാശ ദിനാചരണത്തോടനുബന്ധിച്ച് കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ലേബർ കോഡ് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ സമരം CITU ജില്ലാ സെക്രട്ടറി KP പോൾ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് AV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PC ഉമേഷ്, സന്തോഷ് പാറളം എന്നിവർ പ്രസംഗിച്ചു. ലേബർ കോഡ് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നാണ് എഴുതിയത്. ലേബർ കോഡ് നടപ്പിലാക്കരുത് എന്നല്ല ശശിയേട്ടാ, അതിന് അനുവദിക്കില്ല എന്നാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അതിലിത്തിരി ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും ഒക്കെ ഇല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടയില്ലേ ഇത്തിരി അഹങ്കാരം. അത് മോഡിയോട് അത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന മൂർച്ച ഉണ്ട് അതിന്. ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ ലേബർ കോഡ് ബാനറിൽ അതാണ്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം കൊളത്തൂരിൽ സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് A വിജയരാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
KSKTU ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് NR ബാലൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി N ചന്ദ്രൻ, ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K കോമളകുമാരി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് R ചിന്നക്കുട്ടൻ, ജില്ലാ സെക്രട്ടറി TK വാസു, സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ, കൺവീനർ KJ ഡിക്സൺ എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ദശകങ്ങളിൽ ഗ്രാമീണ ജനസംഖ്യയുടെ 20% മാത്രമാണ് ഭൂരഹിത കാർഷിക തൊഴിലാളികളുണ്ടായത്. 52-ലെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ അതാണ് സ്ഥിതി. എന്നാലിപ്പോൾ നമ്മളൊരു 70 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഗ്രാമീണ ജനവിഭാഗങ്ങളിൽ ഭൂരിപക്ഷം കർഷക തൊഴിലാളികളും അസംഘടിത ഗ്രാമീണ തൊഴിലാളികളുമാണ്. കൃഷിക്കാരുടെ, ചെറുകിട കൃഷിക്കാരുടെയും ഇടത്തരം കൃഷിക്കാരുടെയും എണ്ണം. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ സ്വകാര്യ ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം. ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. മണ്ണമ്പേട്ട സ്വദേശി 60 വയസ്സുള്ള സണ്ണിക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടം. തൃശൂർ വെള്ളിക്കുളങ്ങര റൂട്ടിലോടുന്ന ക്രിസ്റ്റ ബസും വരന്തരപ്പള്ളി ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോയുമാണ് അപകടത്തിൽപ്പെട്ടത്. ഓട്ടോയിൽ യാത്രക്കാരുണ്ടായിരുന്നില്ല. മുഖത്ത് പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആമ്പലൂർ കല്ലൂർ റോഡിൽ വീണ്ടും വില്ലനായി കുഴികൾ. പലതവണ കുഴികൾ അടച്ചിട്ടും പരിഹാരമാകാതെ അപകടക്കണി ആശങ്കയാവുകയാണ്. കല്ലൂർ മണലി റോഡിൽ കുഴികൾ വില്ലനായി മാറുന്നത് ഇതാദ്യമല്ല. കഴിഞ്ഞ വർഷവും മഴക്കാലത്ത് ഇവിടെ വലിയ ഗർത്തങ്ങൾ രൂപം കൊണ്ടിരുന്നു. നിരവധി അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പ്രതിഷേധങ്ങൾക്കൊടുവിൽ നാട്ടുകാർ ഇടപെട്ടാണ് അന്ന് കുഴികൾ അടച്ചത്. ഈ വർഷം മഴക്കാലം ആരംഭിച്ചപ്പോൾ ഇവിടെ കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി. നാളുകൾ കഴിയവേ ഇവിടെ കുഴികൾ കൂടുതൽ ആഴപ്പെടുകയും വലുതാവുകയും ചെയ്യുകയായിരുന്നു. ടോൾ ഒഴിവാക്കി വരുന്ന ഭാരവാഹനങ്ങളും കൂടി ഇതുവഴി കടന്നു പോകുമ്പോൾ കുഴികൾ അപകടക്കെണിയായി മാറി. അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും പലതവണ കുഴികൾ അടയ്ക്കുകയും ചെയ്തുവെന്ന് നാട്ടുകാർ പറഞ്ഞു. എന്നാൽ ദിവസങ്ങൾ കൊണ്ട് വീണ്ടും കുഴികൾ പഴയപടിയാവുകയാണ്. കുറെ നാളായിട്ടാണ് ഇങ്ങനെ കുഴികൾ ഉണ്ടാവുന്നത്. അപകടങ്ങൾ വർദ്ധിച്ചു വരാണ്. ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ അപകടങ്ങൾ തീർച്ചയായിട്ടും വരും. അതിനെ മുന്നായിട്ട് ഇവിടെ ടൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ഇട്ട് ചെയ്ത് തരുന്നതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ 2-3 ആഴ്ച മുമ്പ് ഇത് റിപ്പയർ ചെയ്തായിരുന്നു. മഴക്കാലം തുടങ്ങിയതോടെ ഇറ്റ് സ്റ്റാർട്ടഡ് ടു ഡിസിൻറ്റിഗ്രേറ്റ്. അപ്പോൾ 2 ആഴ്ച മുമ്പ് അവർ പിന്നെയും റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെയും ഇതേ അവസ്ഥയായി. രാത്രി ഞാൻ ഇവിടെ എനിക്കിരിക്കുമ്പോൾ ഒരു അറൌണ്ട് 12 AM 1 AM അങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും ശബ്ദം കേൾക്കാം, വണ്ടികൾ വന്നിട്ട് സ്കിഡ് ആവണത്. സോ എന്തായാലും നല്ല ചാൻസ് ഉണ്ട് വല്ല അപകടം ഉണ്ടാവാൻ. ഡെഫിനറ്റ്ലി ആണ് ചാൻസ്. കാരണം ശബ്ദം കേൾക്കുമ്പോഴെന്ന് മനസ്സിലാവും. നല്ല പേടി തോന്നുന്നു, ആരെങ്കിലും വന്ന് വണ്ടി ഇടിച്ചിട്ടുണ്ടോ, വല്ല പരിക്ക് പറ്റിയിട്ടുണ്ടോ. അപ്പോൾ ആ ഒരു ഫിയർ എന്തായാലും ഉണ്ടാവും. എന്തായാലും അത്ര ഹെവി ഡാമേജ് ഉണ്ട്. രാത്രിയാണെങ്കിലും കാണാൻ പോലും പറ്റില്ലല്ലോ ക്ലിയർ ആയിട്ട് ഇവിടെ വല്ല കുഴിയുണ്ടോ ഇല്ലയോ. സോ ആ ഒരു സിറ്റുവേഷൻ ആണ്. കുഴികൾ രൂപപ്പെടുന്ന ഭാഗം പരിസരത്ത് അല്പം താഴ്ന്ന സ്ഥലമാണ്. അവിടെ മഴവെള്ളം താഴ്ന്ന റോഡ് തകരാറിലാവുന്നത് മൂലമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് പരിസരവാസികളിൽ ചിലർ പറഞ്ഞു. കുഴികൾ രൂപപ്പെട്ടതോടെ അപകട സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ കുഴികൾ ഒഴിവാക്കുന്നതിനു വേണ്ടി മറുഭാഗത്തേക്ക് വെട്ടിക്കുമ്പോൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. രാത്രിയിൽ മഴ കൂടിയുള്ള സമയത്ത് കുഴികൾ കാണാതെ വാഹനങ്ങൾ കുഴിയിൽ ചാടുന്നതും ബ്രേക്ക് ചെയ്യുന്നതുമായ ശബ്ദം കേട്ട് പരിസരവാസികളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഭാഗത്ത് എപ്പോഴും കുഴികൾ രൂപപ്പെടുന്നത് എന്നത് ശാസ്ത്രീയമായി പരിശോധിച്ച് നിർമ്മാണത്തിലെ അപാകതയാണെങ്കിൽ റോഡിൻ്റെ നിശ്ചിത ഭാഗം മാത്രം പുനർനിർമ്മിക്കുകയോ മഴവെള്ളം കെട്ടിനിൽക്കാത്ത രീതിയിൽ ഉയരം കൂട്ടി ടൈൽ വിരിക്കുകയോ ചെയ്യണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഓരോ മഴക്കാലത്തും കല്ലൂർ റോഡിലെ ഈ കുഴി കൂടുതൽ അപകടം വിതയ്ക്കുന്ന ഒരു സാഹചര്യം പതിവായിരിക്കുകയാണ്. റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതയാണോ ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടാകുന്നതിന് കാരണമെന്ന് കണ്ടെത്തുകയും വ്യക്തമായ പഠനം നടത്തി ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയും വേണം എന്നാണ് പരിസരവാസികളുടെയും ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെയും ആവശ്യം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. പൂക്കോട് വട്ടനാത്ര മേടം കുളങ്ങര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രിമാരായ വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി, തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്.
രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകൾ, ശ്രീഭൂതബലി എന്നിവ നടന്നു. മേള അകമ്പടിയിൽ എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. കേളത്ത് സുന്ദരൻ മാരാരാണ് മേളത്തിന് പ്രാമാണികനായത്. പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ കൊല്ലേരി ദിവാകരൻ, കീളത്ത് മോഹനൻ, രാംദാസ് കൊല്ലേരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആറാട്ടുപുഴ പൂരം നടത്തിപ്പിനുൾപ്പെടെ സഹായകരമാകുന്ന ആറാട്ടുപുഴ മന്ദാരം കനാൽ അറ്റകുറ്റപ്പണിക്കായി 40 ലക്ഷം രൂപ അനുവദിച്ചു. ഇതു സംബന്ധിച്ച ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയറുടെ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചതായി കെ രാമചന്ദ്രൻ MLA അറിയിച്ചു. കനാലിന്റെ ചോർച്ച പലപ്പോഴും ഉത്സവത്തെ തന്നെ ബാധിക്കാറുണ്ടായിരുന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും ആറാട്ടുപുഴ ക്ഷേത്രം ഉപദേശക സമിതിയുടെയും കർഷകരുടെയും ഏറെക്കാലത്തെ ആവശ്യമാണ് ഇതുവഴി പൂർത്തീകരിക്കുന്നത്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വർഷക്കാലത്തിനു ശേഷം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ സാധിക്കും. ദേശീയ മത്സ്യദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യദിനാചരണവും ബ്ലോക്ക് പരിധിയിലെ മികച്ച മത്സ്യ കർഷകർക്കുള്ള പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ അധ്യക്ഷത വഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K രാജേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടെസി ഫ്രാൻസിസ്, സജിത രാജീവ്, ഫിഷറീസ് ഓഫീസർമാരായ നീരജ ബാബു, AJ അനു എന്നിവർ പ്രസംഗിച്ചു. വടക്കൻ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി നിലനിൽക്കുന്നതിനാൽ 5 ദിവസത്തേക്ക് കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. മിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കാണ് സാധ്യത. 12, 13 തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയും ഉണ്ടായേക്കും. മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട്. ചെങ്ങാലൂർ വിളക്കപ്പാടി മഹാദേവ ക്ഷേത്രത്തിൽ വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി പ്രതിഷ്ഠാദിനം നടക്കും. ക്ഷേത്രതന്ത്രി TS വിജയനാണ് ചടങ്ങിന് കാർമ്മികത്വം വഹിക്കുക. വ്യാഴാഴ്ച വൈകിട്ട് ധർമ്മദൈവ ക്ഷേത്ര സംഗമവും പഞ്ചാരിമേളവും നടക്കും. പ്രതിഷ്ഠാ ദിനമായ വെള്ളിയാഴ്ച മഹാഗണപതി ഹോമം, ഉച്ചപൂജയും ശ്രീഭൂതബലിയും നടക്കും. അന്നദാനം ഉണ്ടായിരിക്കും. ശനിയാഴ്ച UPI സേവനങ്ങൾ തടസ്സപ്പെടുമെന്ന് HDFC ബാങ്ക്. പുലർച്ചെ 3 മുതൽ 3:45 വരെയും 9:30 മുതൽ 12:45 വരെയുമാണ് സേവനങ്ങൾ മുടങ്ങുക. ജൂലൈ 13 UPI സേവനങ്ങൾ തടസ്സപ്പെടുമെന്നറിയിച്ച് HDFC ബാങ്ക്. പുലർച്ചെ 3 മുതൽ 3:45 വരെയും 9:30 മുതൽ 12:45 വരെയുമാണ് സേവനങ്ങൾ മുടങ്ങുക. സിസ്റ്റം നവീകരിക്കുന്നതിന്റെ ഭാഗമായാണിത് നടക്കുന്നത്. നവീകരണ കാലയളവിൽ നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവ ലഭ്യമാകില്ലെന്ന് ബാങ്ക് അറിയിച്ചു. കൂടാതെ IMPS, NEFT, RTGS, HDFC ബാങ്ക് അക്കൗണ്ട്, ടു അക്കൗണ്ട് ഓൺലൈൻ ട്രാൻസ്ഫർ, ബ്രാഞ്ച് ട്രാൻസ്ഫർ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ ഫണ്ട് ട്രാൻസ്ഫർ സേവനങ്ങളും ഈ കാലയളവിൽ ലഭ്യമാകില്ല. ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വെള്ളിയാഴ്ച വൈകുന്നേരം 7:30 മുമ്പ് ആവശ്യത്തിനുള്ള പണം പിൻവലിക്കാനും എല്ലാ ഫണ്ട് ട്രാൻസ്ഫറുകളും മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനും HDFC ബാങ്ക് ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾ തുടരും. സിസ്റ്റം നവീകരിക്കുന്ന കാലയളവിൽ ഉപഭോക്താക്കൾക്ക് അവരുടെ HDFC ബാങ്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് ഏത് ATMൽ നിന്നും പണം പിൻവലിക്കാം. അതേസമയം വെള്ളിയാഴ്ച വൈകിട്ട് 7:30 ശേഷം മാത്രമേ ബാങ്ക് ബാലൻസ് ദൃശ്യമാകൂ. ഇതുകൂടാതെ ഉപഭോക്താക്കൾക്ക് അവരുടെ HDFC ബാങ്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ സ്വൈപ്പ് മെഷീനുകളിൽ ഉപയോഗിക്കുന്നതും തുടരാം. HDFC ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉപയോഗിച്ച് ഓൺലൈനായി വാങ്ങലുകളും നടത്താം. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6710 രൂപ, പവന് 53,650 രൂപ. റിട്ടയർഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പുതുക്കാട് വടക്കേത്തുറവ് ചെങ്ങലാമഠത്തിൽ CA അപ്പുക്കുട്ടൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരാതിയായ ജാനകിയാണ് ഭാര്യ.
പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ, അനീഷ് കുമാർ എന്നിവർ മക്കളും ശിവരാജൻ, രശ്മി എന്നിവർ മരുമക്കളുമാണ്. വരാക്കര ചുക്കിരിക്കുന്ന് നെരേപ്പറമ്പിൽ ലോനപ്പൻ ഭാര്യ അന്നംകുട്ടി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേഴ്സി, ജെസ്സി, ജോസ്, ആനി എന്നിവർ മക്കളും ആന്റണി, ഷീബ, ജോസ്, സണ്ണി എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങലൂർ തരകൻ കുരിശ്ശേരി വർഗീസ് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30 ചെങ്ങലൂർ കർമ്മലമാതാ പള്ളിയിൽ. അന്നംകുട്ടിയാണ് ഭാര്യ. ബീന, ബിനോയ് എന്നിവർ മക്കളും റിനി ഫിലിപ്പ്, ദീപ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെ വികസന കാര്യത്തിൽ അധികൃതർ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. CITU അവകാശ ദിനാചരണത്തോടനുബന്ധിച്ച് കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം കൊളത്തൂരിൽ സംഘടിപ്പിച്ചു. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ സ്വകാര്യ ബസും ഓട്ടോയും കൂട്ടിയിടിച്ച അപകടം. ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. ആമ്പല്ലൂർ കള്ളായി റോഡിലെ VL റോഡിനോട് സമീപം വീണ്ടും വില്ലനായി കുഴികൾ. പലതവണ കുഴികൾ അടച്ചിട്ടും പരിഹാരമാകാതെ അപകടക്കണി. വട്ടനാത്ര മേടംകുളങ്ങര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. മേള അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് നടത്തി. ദേശീയ മത്സ്യദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യദിനാചരണം സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.